സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ എയർ പിസ്റ്റൾ ചൂണ്ടിയ സംഭവത്തിൽ ബ്ലോഗർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദ് കസ്റ്റഡിയിൽ. വടകര പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, എന്താണ് ഈ സംഭവം? സമീർ, രജിത്ത്, വിവാദ യൂട്യൂബർ ബ്ലോഗർ തൊപ്പി എന്ന് വിളിക്കുന്ന മുഹമ്മദ് നിഹാദാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. വടകര പോലീസാണ് ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ കസ്റ്റഡിയിലെടുക്കൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ യുവാവ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു. ഇവർ കാറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഈ നിഹാദും അതുപോലെ തന്നെ നിഹാദിന്റെ രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഈ കാറ് അവിടെയുള്ള ഒരു സ്വകാര്യ ബസ്സുമായി ഉരസി പിന്നീട് ബസ്സിനെ അവർ ചേസ് ചെയ്യുകയും അങ്ങനെ വടകര ബസ് സ്റ്റാൻഡിൽ എത്തിച്ചുകൊണ്ട്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൊപ്പിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോഴും വരുന്നത്. അതായത് കുറച്ച് നേരം മുന്നേ, അതായത് ഒരു 2-3 മണിക്കൂർ മുന്നെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ തുടക്കം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊപ്പിയുടെ കാറിനെ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ ബസ് ഇടിക്കുകയായിരുന്നു. പക്ഷേ ബസ്സുകാർ ഒരു തെണ്ടിത്തരം കാണിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ബസ്സുകാർ പൊതുവേ നിർത്താറില്ല. ഇനി നിർത്തി കഴിഞ്ഞാൽ തന്നെ ചെറിയ കാറുകാരൊക്കെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ ബൈക്കുകാരൊക്കെ ആണെങ്കിൽ ഇവരുടെ സ്ഥിരം ധാർഷ്ട്യമുണ്ട്. അതായത് താൻ പോയി കേസ് കൂടുക എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ട്. ആ ഒരു സംഭവം തന്നെയാണ് അവിടെയും നടന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉരസിയിട്ട് പോയ ബസ് പിന്നീട് നിർത്താൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അങ്ങനെ നിർത്താൻ കൂട്ടാക്കാത്ത ഇവന്മാരെ തൊപ്പിയും ടീമും എന്ത് ചെയ്തു വെച്ചാൽ ഓടിച്ചിട്ട് പിടിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഓട്ടോ ചേട്ടന്മാർക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായി. എന്താണെന്ന് വെച്ചാൽ അവന്മാരൊക്കെ കൂടിയിട്ട്, നമുക്കറിയാലോ എവിടെ എത്തിക്കഴിഞ്ഞാലും ഈ ഓട്ടോ ചേട്ടന്മാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയേണ്ടത്, അവന്മാരുടെ എന്തോ ഒരു അധികാരം പോലെയാണ് ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ ഓട്ടോ ചേട്ടന്മാരും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകാരും ഇവരുടെ എന്തോ ഒരു അഹങ്കാരമാണ് ഈ റോഡ് എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അതുകൊണ്ട് തന്നെ മറ്റുള്ള വണ്ടികൾക്കോ അല്ലെങ്കിൽ കാറുകൾക്കോ ഒന്നും കാര്യമായിട്ടുള്ള ഒരു പരിഗണനയും നൽകാതെ ഒരു വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ചേട്ടന്മാരും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകാരുമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ഇടപെടുന്നതും ഇവർ തന്നെയായിരിക്കും. കുറച്ച് ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ ഇവന്മാർ രണ്ടുപേരും തന്നെ ഒരു പ്രശ്നമുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വകാര്യ ബസ് ഇതുപോലൊരു ഓട്ടോനെ ഇടിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഇറങ്ങി വിട്ട് പൈസ വേണമെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് ഉഡായിപ്പ് പരിപാടിയും ഇതിൻ്റെ പുറകിൽ നടക്കാറുണ്ട് എന്നുള്ളതാണ്. ഏതായാലും തൊപ്പിയും ടീം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു എയർ പിസ്റ്റളോ അങ്ങനെ എന്തോ ഈ ബസ്സുകാരുടെ നേരെ ചൂണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയെ ഇപ്പോഴും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പക്ഷേ കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല എയർ ഗണ്ണും അങ്ങനെയെങ്ങാനും ആയിരിക്കാം. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ തോക്കാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊപ്പി അത്രത്തോളം മണ്ടത്തരം കാണിക്കോ? ഒരിക്കലും കാണിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴും പ്രത്യേകിച്ച് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൈലൻ്റ് ആണ്. അതുമാത്രവുമല്ല, ആളിപ്പോഴും എന്ന് പറഞ്ഞാൽ വേറൊരു ലൈഫിലേക്ക്, ഒരു ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു ഇതിലേക്ക് പോവുകയാണ്. ആദ്യത്തെ തൊപ്പിയല്ല ഇപ്പോഴും നമ്മൾ കാണുന്നത്. ആദ്യത്തെ തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമായ പ്രവണതകൾ ഉള്ള അല്ലെങ്കിൽ തെറിയൊക്കെ വിളിക്കുന്ന തൊപ്പിയായിരുന്നെങ്കിൽ, ഇപ്പോഴും തൊപ്പി കുറച്ച് നാളുകളായിട്ടെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ ഇങ്ങനെയാണ് ഇനി ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ തൊപ്പി പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ ഇന്ന് തൊപ്പിക്കുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാറുകാർ, അതായത് ഈ ഒരു ബസ്സുകാരെ തൊപ്പിയും ടീമും പിള്ളേരും കൂടിയിട്ട് വടകര ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് തടഞ്ഞു എന്നാണ് പറയുന്നത്. ആ തടഞ്ഞപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ തൊപ്പിയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കെല്ലാം ഒരു ചൊറിച്ചലും. അതായത് തൊപ്പി എന്ന് പറയുന്നത് ഒരു വിവാദ നായകനാണ്. അപ്പോൾ ഇയാളെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല, ആരും ഇടപെടില്ല എന്നുള്ള ഒരു വിചാരം പല ആൾക്കാർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൊപ്പിക്ക് വേണ്ടി വാദിക്കാനോ സംസാരിക്കാനൊന്നും അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അതായത് തൊപ്പിയുടെ വണ്ടിയാണ്, ശരിക്കും തൊപ്പിയുടെ കയ്യിലല്ല തെറ്റ് എന്ന് പറയുന്നത് ഈ ബസ്സുകാരുടെ കയ്യിലാണ്. എന്നിട്ടും തൊപ്പിയുടെ സൈഡൊന്നും പിടിക്കാനൊന്നും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തോക്ക് ചൂണ്ടി അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേസൊന്നും ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, തൊപ്പി അത്ര നല്ലവനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നല്ലവനാണെന്നുള്ള അഭിപ്രായവും ഇല്ല, എന്നാൽ കൊള്ളരുതാത്തവനാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല. അതായത് അയാളുടെ കാര്യങ്ങളൊക്കെ അയാൾ നടത്തുന്നു. അതുപോലെ തന്നെ അയാൾ ഗെയിമറാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അയാൾ തെറി പറയുന്നുണ്ടെന്ന് പറയുന്നു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, എന്നെ ഇതുവരെ തെറിയും പറഞ്ഞിട്ടില്ല. ഞാനൊരു തൊപ്പീനെ സപ്പോർട്ടും ചെയ്യാറില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്
വേറെ ഒന്നും ചെയ്യാറുമില്ല. അതുപോലെ തന്നെയായിരുന്നു പിന്നെ മറ്റുള്ളവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരായ ചില ആൾക്കാരൊക്കെ ഈ തൊപ്പി എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ തൊപ്പി പല ഉദ്ഘാടനങ്ങൾക്ക് വന്നപ്പോഴും അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രവുമല്ല ഈ ചില കുഞ്ഞുങ്ങളൊക്കെ തൊപ്പി കാരണം നശിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പിയെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പണ്ട് ഈ തൊപ്പിയുടെ ഫ്ലാറ്റിൽ കയറിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വാതിലൊക്കെ തല്ലി തകർത്തതിന് ശേഷം തൊപ്പിയെ കസ്റ്റഡിയിലെടുത്തത് നമ്മളെല്ലാവരും ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വാതിൽ തകർത്ത കേസൊക്കെ ഞാൻ വിചാരിച്ചത് തൊപ്പി എന്ന് പറയുന്നയാൾ ഒരു 2 വർഷമെങ്കിലും ഉള്ളിൽ കിടക്കും എന്നാണ്. പക്ഷേ അയാൾ എന്ന് പറയുന്നത് ഒരാഴ്ച പോലും കിടന്നോ എന്ന് തന്നെ എനിക്കറിയില്ല. അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജാമ്യത്തിൽ ഇറങ്ങുന്നു, പിന്നീട് വീണ്ടും ഇതുപോലുള്ള ഗെയിമിങ്ങും പരിപാടിയൊക്കെ അയാൾ നടത്തുന്നുണ്ട്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിക്കെതിരെ വന്നിരിക്കുന്ന ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയക്കുമരുന്നിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. പക്ഷേ അതിൽ തൊപ്പി നിരപരാധിയാണെന്ന് കണ്ടെത്തി തൊപ്പിയെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ തൊപ്പിക്ക് അതിൽ പങ്കൊന്നുമില്ല എന്ന് കണ്ടതുകൊണ്ട് തൊപ്പീനെ അവർ വെറുതെ വിട്ടു എന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ തൊപ്പി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി ഇമാതിരി പരിപാടിക്കൊന്നും ഞാനില്ല, ഞാൻ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല, എൻ്റെ വീട്ടുകാർക്ക് വരെ എന്നെ വേണ്ടാതായ സ്ഥിതി ഉണ്ടായിരുന്നു, പിന്നീട് ഇനി വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, വീട്ടിൽ ഉമ്മാനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പി പിന്നീട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടുകാരുമായിട്ടൊക്കെ നല്ല സഹകരണത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തൊപ്പിക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടുള്ള അസൂയുണ്ട്. അസൂയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തൊപ്പിയുടെ പിന്നെ എന്താ പറയുക വരുമാനവും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊപ്പിയെക്കാട്ടിയും മോശക്കാരായ ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ തൊപ്പി പറയുന്ന തെറികളും കാര്യങ്ങളും ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതായത് ചെറിയ കുട്ടികളൊക്കെയാണ് തൊപ്പിയുടെ ആരാധകരും, പിന്നെ എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ഗെയിമിങ് കാണുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഈ തൊപ്പിയെ നമുക്ക് അങ്ങ് സപ്പോർട്ട് ചെയ്യാനും കഴിയില്ല. പക്ഷേ ഈ തൊപ്പി ചെയ്യുന്നതെല്ലാം വളരെ മോശമാണെന്നുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ എനിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഈ സ്വകാര്യ ബസ്സുകാർ തന്നെയാണ് തെറ്റുകാർ. നിങ്ങൾക്കറിയായിരിക്കാം, നിങ്ങൾക്ക് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം ഉണ്ടായിരിക്കാം, നമ്മൾ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ സ്വകാര്യ ബസ്സുകാർ നമ്മളെ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കാറിലാണ് പോകുന്നതെങ്കിൽ അവന്മാർ ശ്രദ്ധിക്കത്തില്ല. അവന്മാർ കൊണ്ട് ഒരച്ചു കഴിഞ്ഞിട്ട് അവന്മാരുടെ മറ്റേ ഒരു ന്യായമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പോയി കേസോടെ, അതായത് എനിക്കൊന്നുമില്ല, എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല, ഈ ബസ്സിനൊന്നും പറ്റൂലല്ലോ. അതായത് വെള്ള കാറൊക്കെയാണ് അല്ലെങ്കിൽ നല്ല കളറുള്ള കാറൊക്കെ നമ്മൾ എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഇവൻ വന്നിട്ട് ഉരച്ചിട്ട് അങ്ങ് പോകുന്നത്. ഇവന്മാർക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ 1 വേ ഇല്ല, 2 വേ ഇല്ല, ഒരൊലക്കിയില്ല. അതാണ് ഇവന്മാരുടെ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതാണ്. കുറേ കറകളഞ്ഞ ബസ് പ്രേമികളുടെ ഇട. അവന്മാരോടൊക്കെ ഞാൻ പറയുകയാണ്, ഏറ്റവും കൂടുതൽ തെണ്ടിത്തരം റോഡിൽ കാണിക്കുന്നത് ഈ തൊപ്പിയൊന്നുമല്ല, ഈ ബസ്സുകാർ തന്നെയാണ്. അതായത് ഈ ബസ്സുകാരും ഈ ഓട്ടോക്കാരും തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇവന്മാരുടെ ഈ തെണ്ടിത്തരങ്ങൾ. ഇവർക്കെന്തോ സ്ത്രീധനം കിട്ടിയതുപോലെയാണ് റോഡുകൾ എന്ന് പറഞ്ഞാൽ. ഏതായാലും തൊപ്പി തോക്കി ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ തൊപ്പി പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടണം, അതുപോലെ ശിക്ഷയും അനുഭവിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തോക്കൊന്നും ചൂണ്ടിയിട്ടൊന്നും നിയമം കയ്യിലെടുക്കാനൊന്നും ഇവിടെ ആരും സമ്മതിക്കരുത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യമുണ്ടോ, ഇല്ലെങ്കിൽ തൊപ്പിയെ മനഃപൂർവ്വം ഇടിച്ചതാണോ, ഇനി ഡ്രൈവർക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുള്ള ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ എന്താ പറയണ്ടേ, ചില ആൾക്കാർ പറയുന്ന പോലെ ഇന്ന് കുട്ടിപ്പട്ടാളം മുഴുവൻ ഇറങ്ങുമോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അസൂയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ആൾക്കെല്ലാം പറഞ്ഞാൽ അസൂയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും പഠിച്ചിട്ട് ഞങ്ങൾക്കൊന്നും നേടാൻ കഴിയുന്നില്ല, തൊപ്പി ഒരു പഠിത്തവും ഇല്ലാതെ ഇത്രയും നേടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കരയുന്നത് കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.